നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് ഈ പിശാചിൻ്റെ ഒരു കുഴപ്പം, മാക്സിമം വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കും. ഇനി വിട്ടുപോയാൽ തന്നെ അവൻ തിരിച്ചു വരുമെന്ന് പറയും. ഹല്ലേലൂയ. ചിലരൊക്കെ ജീവിതത്തിൽ നിന്ന് ചിലരുടെ ദേഹത്ത് ഇങ്ങനെ ഭൂതമൊക്കെ കയറുമ്പോൾ നമ്മൾ ഈ ആരാധനയ്ക്ക് നടുവിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഈ ഭൂതങ്ങളൊക്കെ ഇളകി താഴെ വീഴും. അപ്പോൾ വിടുവിക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും 3 മാസം കഴിഞ്ഞ് അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇളവുക. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം, പറയാം, പോയത് അതിനെക്കാട്ടി ശക്തിയോടെ തിരിച്ചു വന്നേക്കുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ഇന്നെല്ലാം പഴുതും അടയ്ക്കുന്നൊരു സെക്ഷനായിരിക്കും. ഇനിയും നിന്റെ കുടുംബത്തോട് വാദിക്കാൻ പറ്റാത്ത ലെവലിൽ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം 44-ാമത്തെ വാക്യം, അവൻ പുറപ്പെട്ട് പോന്ന് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന്. പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക്. ആരുടെ വീടാ? സാത്താൻ പറയാം, എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു. അവൻ വന്നപ്പം നോക്കിയേ, പണ്ടത്തെ പോലല്ല. ആ വീട്ടിൽ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്, പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, വൈകിട്ട് ചെറുക ഫാമിലി പ്രയറും തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. പിശാചിന് മനസ്സിലായി, ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ല. പോയി തന്നെക്കാട്ടി ദുഷ്ടതയേറിയ 7 പേരെ കൂടെ പിടിച്ചു. എടാ, ഞാൻ അവർ താമസിച്ച വീട്, എന്നെ അവരിറക്കി വിട്ടേച്ച് ഇപ്പം പെയിൻറ്റും അടിച്ച് പാട്ടും പാടി യോഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഇവന്മാരെ ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല. നമുക്കൊരു 7 പേർക്ക് പോയി അവൻ്റെ സ്ഥിതി മുമ്പിലത്തെക്കാട്ടി വഷളാക്കണം. ഒരുത്തരിങ്ങനെ കുടിച്ചു പൂസായൊക്കെ നടന്ന് അവനോട് പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് അവൻ്റെ കുടിയൊക്കെ നിർത്തി അവനെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അവൻ്റെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോൾ പിശാച് പറയുകയാണ്, എടാ ഇവനിന്ന് വിട്ടുപോയാൽ പറയാം, ഞങ്ങളിനി 7 പേര് വിട്ടോ, ഇവൻ്റെ സ്ഥിതി പണ്ടത്തെ പോലെ ആക്കണം. അങ്ങനെ വന്ന 7 പേര് വന്ന് ആ വീട്ടിൽ കയറി. അവനിപ്പം ബാറിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതിൻ്റെ കാരണം എന്താ? സ്ഥിതി പണ്ടത്തേനെക്കാട്ടി മോശമാക്കി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയും, ഇത് ഈ ഭൂമി നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ ജയിക്കാനാണ് ഇന്ന് ദൈവത്തിന് നിന്റെ സ്ഥിതി മാറ്റാൻ പറ്റും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തി കളഞ്ഞ സകല ശക്തികളുടെ മേലും ഇന്നത്തെ പ്രാർത്ഥനയിൽ വിജയം ഉണ്ടാകണം. നിന്റെ സന്തതികളെ ഈ പരിജ്ഞാനം അത്യത്ഭുതമാണ്. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് പകൽ ലോകം വിട്ടവർ പൊട്ടന്മാരല്ല. അവർ ദൈവത്തിന് ഫോഷന്മാരാന്ന് ചിന്തിക്കരുത്. അവരുടെ അകത്ത് ലോകം തരാത്തൊരു പരിജ്ഞാനം, ദൈവത്തിലെ പരിജ്ഞാനം അവരുടെ അകത്ത് വന്നിരിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇനിയും പറയാൻ പോകുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോകും. ഞാൻ അന്ന് ഞങ്ങളുമായിട്ട് ഇച്ചിരി ബന്ധമുള്ള ഒരു വീട്ടിൽ പിറ്റേന്ന് കല്യാണമായതുകൊണ്ട് അന്ന് എനിക്ക് സഭായോഗമായതുകൊണ്ട് വൈകിട്ട് ആ വീട് വരെ ഒന്ന് പോകേണ്ടതായിട്ട് വന്നു. എൻ്റെ സ്വന്തക്കാരും ബന്ധുക്കാരിൽ പലരും ജീസസ് ഹല്ലേലൂയ ആ വീട്ടിൽ അന്നേരം ഉണ്ട്. ഞാൻ ചെന്നപ്പോൾ രാത്രി ഡിന്നർ നടക്കുക. അപ്പം പകുതി ബന്ധുക്കാർ ഹോളിലും പകുതി ബന്ധുക്കാർ ഡൈനിങ് ഹാളിലും ആയതുകൊണ്ട് ഞാൻ അവിടോട്ട് ചെന്നപ്പം അവരെല്ലാം ഇച്ചിരി ചുവന്ന വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പം അവരെന്നോട് പറഞ്ഞു, ഉപദേശി കുടിക്കത്തില്ലായിരിക്കും, ലോകം വിട്ടയാളല്ലയോ. അവിടെ മിണ്ടുന്നില്ലല്ലോ. പറഞ്ഞു ഞാൻ കുടിക്കത്തില്ല. എന്നിട്ട് മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അപ്പം പുള്ളി പറഞ്ഞു,
നല്ല ക്രിസ്ത്യാനിയാകണേ, രണ്ടൊക്കെ വീശണം. ഞാൻ പറഞ്ഞു, ഞാൻ വീശിയിട്ടുള്ള ക്രിസ്ത്യാനി വേണ്ട. നിങ്ങളാരും മിണ്ടുന്നില്ല, എന്നോട് പിണങ്ങൊന്നും ചെയ്യരുത്. അന്നെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണം. ലോകം വിട്ടവരോട് ഞാൻ പറയുക, യേശു ക്രിസ്തുവിലെ പരിജ്ഞാനം നിൻ്റെ അകത്ത് വന്നോണ്ടാ ലോകം വിട്ടേ. ഇന്ന് പകൽ നിനക്ക് എന്തെല്ലാം എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റുകളും ഉണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് സാറ്റർഡേ രാവിലെ പ്രാർത്ഥനാ സ്ഥലം തേടി വന്നതിൻ്റെ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം. വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ ഇപ്പൊ സ്വോത്രമൊക്കെ പോമേ, ചിലർ തോറ്റെന്നല്ല, തോറ്റു തൊപ്പിയിട്ട് കിടക്കുക. എന്നാലും അവരെന്തതിശയമേ പാടുന്നുണ്ട്. പണ്ട് ഒരാൻറ്റി എന്നോട് പറഞ്ഞു, എൻ്റെ അച്ഛൻ എത്ര നല്ലതാ, പെന്തിക്കോസുകാരെക്കാട്ടും നല്ല, 2 എണ്ണം വീശിയാൽ അച്ഛൻ വൈകിട്ട് പാട്ടുപാടി പ്രാർത്ഥിക്കാതെ ഉറങ്ങത്തില്ല. മിണ്ടുന്നില്ല. പണ്ട് ഞാനടുത്ത് സുവിശേഷ വേല നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, നിങ്ങളെക്കാട്ടിൽ എത്രയോ നല്ലത് എൻ്റെ അച്ഛനെ പഠിക്ക്. അവരുടെ വീട്ടിൽ കപ്പയുണ്ട്, കപ്പ പാവങ്ങൾക്ക് കൊടുക്കും, ചേനയുണ്ട്, ചേന പാവങ്ങൾക്ക് കൊടുക്കും, ചേമ്പുണ്ട്, ചേമ്പ് പാവങ്ങൾക്ക് കൊടുക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നാൻറ്റി, ചേമ്പ് വേറെ, ചേന വേറെ, കപ്പ വേറെ, സ്വർഗം വേറെ. ചേന കൊടുത്താൽ സ്വർഗത്തിൽ പോകും. നമ്മൾ ചേന ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു കൊടുക്കത്തില്ലയോ? ചേന വേറെ, കപ്പ വേറെ. ഇത് വീട് വെച്ച് കൊടുക്കുന്ന വേറെ, കല്യാണം നടത്തുന്ന വേറെ, സ്വർഗത്തിൽ പോകുന്ന വേറെ. ഒരാമയും പറയണം. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം അകത്ത് ലഭിച്ചവരോട് പറയാം, ആ പരിജ്ഞാനത്തിൽ നിന്ന് പുറകോട്ട് പോകരുത്. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിക്കണമേ. എന്നിട്ട് എഴുതിയിരിക്കുകയാണ്, ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി. അടുത്തിരിക്കുന്നവരോട് ചുമ്മാ എന്ന് ചോദിച്ചാൽ കുടുങ്ങിപ്പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചേ. എന്തുവാ? കുടുങ്ങി പോയിട്ടുണ്ടോ? ഈ പണ്ട് എൻ്റെ ഒരു സ്നേഹിതനായ പാസ്റ്റർ നമ്മുടെ ചർച്ചയിൽ പ്രസംഗിച്ചപ്പോഴേ, ഈ ഭാര്യ ഭർത്താക്കം ഇവിടെ ഇരിക്കുന്നതാണല്ലേ, ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് ഒരു കസാരോടെ നമ്മൾ മേളിൽ എടുക്കും ഇച്ചിരി കഴിയുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കും, ഈ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയുമ്പോൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞ എന്തുവാണെന്നറിയോ? ഫലവത്തായ മുന്തിരിവള്ളി. എന്തുവാ? ഫലവത്തായ വള്ളിയാകുമ്പം ചുറ്റി അങ്ങ് കടന്നോളും. ചിലരെ 2-3 ചുറ്റുന്നുണ്ട്. സൂക്ഷിച്ചോണം, ഒന്നേ ചുറ്റാവൂ. മാറി ചുറ്റിയാൽ നിന്റെ ഇടപാട് തീരും. അതിപ്പം മനസ്സിലാകത്തില്ല, അറിയാത്ത പിള്ള പിന്നെ അറിഞ്ഞോളൂ. ഞാൻ പറഞ്ഞില്ല, ഇടക്കത്തെ പദം ഞാൻ പറഞ്ഞില്ല, നിങ്ങളാ പറഞ്ഞ്. അറിയാത്ത പിള്ള പിന്നെ അറിഞ്ഞോളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരു വള്ളിയെ ചുറ്റാവൂ, പല വള്ളി ചുറ്റരുത്. ചുറ്റിയ അപകടമാണ്. നാട്ടുകാരൊന്നും പറയത്തില്ല, നീ തന്നെ അനുഭവിച്ച് തീരത്തേ ഉള്ളൂ. കണ്ടോ, സ്വോത്രമൊക്കെ കുറഞ്ഞോ? കണ്ടോ? നിങ്ങൾ ശ്രദ്ധിക്കണം. ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി. നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഒരാൾ പാപം ചെയ്തു. ഒരാൾ പണ്ട് ഒരു സ്ത്രീയെ ബൈബിളിൽ പിടിച്ചില്ലയോ? പാപിനിയ അല്ലേ? പിടിച്ചപ്പം എല്ലാവരും കൂടി കൂടി, അയ്യോ, നമ്മുടെ ഇടയിൽ ഇരുന്ന ഇവള് ഇത്ര വലിയ സാധനമായിരുന്നു, ഇവൾ ഊറ്റം ഐറ്റമാണല്ലോ. പിടിച്ചോണ്ട ഈ പറയുന്നവൾ അതിനെക്കാട്ടി ഭയങ്കര സാധനം. പക്ഷെ പിടിച്ചില്ലെന്നുള്ളതാ അവിടെ ഒരു. ചിലർ തോറ്റാൽ നാടറിയും, ചിലർ തോറ്റാൽ നാടറിയത്തില്ല. ചുമ്മാ നിങ്ങളോട് തന്നെ, തോറ്റ കൂട്ടത്തിലാണോ ഈ വിഷയത്തിലാ? തോറ്റ കൂട്ടത്തിലാണോ? ഞാൻ ആത്മാവി പറയാം, തോറ്റു തൊപ്പിയിട്ട് കിടക്കാൻ ചിലർ. ഈ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ഹലോ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളാവും. അപ്പോൾ 1, പിശാച് സ്ഥിതി വഷളാക്കും. 2, അവരവർ തന്നെ അവരവരുടെ സ്ഥിതി വഷളാക്കും. ഇനി സംഭവിച്ചു പോയതിനെ ഓർത്ത് വിഷമിക്കണ്ട, എല്ലാത്തിനും സൊല്യൂഷനുണ്ട് ബൈബിളിൽ. ഹല്ലേലൂയ.
ഇന്ന് ചില ഏറ്റുപറച്ചിലും ചില സമർപ്പണവും നടത്തിയാൽ നിന്റെ സ്ഥിതി മാറ്റണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് മെസ്സേജ് ഇത്തിരി നീണ്ടാലും ചിലരുടെ സ്ഥിതി മാറിയ യോഗം നിൽക്കത്തുള്ളൂ. എന്നോട് പരിശുദ്ധാത്മാവ് ദൂത് പറയുക, ഇന്ന് നിന്റെ വീട്ടിൽ പിശാചല്ല നടക്കേണ്ടത്, നിന്റെ വീട്ടിൽ ദൂതന്മാർ നടക്കണം. നിന്റെ വീടിനെ ബന്ധിച്ച ഏതൊരു ബന്ധനവും ഇന്ന് പൊട്ടിച്ച് നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി. ഇനി 14 സങ്കീർത്തനം ബാക്കി. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. 1, പിശാച് നമ്മുടെ സ്ഥിതി മോശമാക്കും. 2, നമ്മുടെ പ്രവൃത്തി തന്നെ നമ്മുടെ സ്ഥിതി മോശമാക്കും. ഇനി ഏത് സ്ഥിതി മോശമായുള്ളവരോടുള്ള ദൂത വെളിപ്പെടുത്തുന്നത്? 14 സങ്കീർത്തനം 7 വാക്യം, യഹോവ തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഞാനൊരു വെളിപ്പാട് പറയാം. ഈ ദിവസങ്ങളിൽ സ്ഥിതി മാറി ഒരു സന്തോഷം വരാൻ പോവാ. എത്ര പേര് ആമീൻ പറയാൻ പറ്റും? നിന്റെ കുടുംബത്തെ നിന്ദിച്ചവരുടെ മുമ്പിൽ നിന്റെ സന്തതികളുടെ സ്ഥിതി മാറിയെന്ന്. ഓ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. ചില കുടുംബങ്ങൾ അത്ഭുത സാക്ഷിയാകാൻ പോവുക. ചില കുടുംബത്തിനകത്ത് മുടങ്ങിക്കിടന്നതൊക്കെ തമ്പുരാൻ. ഒരു വിശ്വാസം പറയാം. അടുത്തിരിക്കുന്ന ആളെ നോക്കി ഒന്ന് പ്രവചിക്കാമോ? നിന്റെ സ്ഥിതി ഉടനെ മാറുമെന്ന് പറ. അരുതാത്തത് വല്ലതും നിന്റെ വീട്ടിൽ വളരുന്നുണ്ടെങ്കിൽ ഇന്ന് അതിനെ ദൈവത്തിൻ്റെ ഇരുവായുത്തലയുള്ള വാളുകൊണ്ട് എൻ്റെ ദൈവം വെട്ടിമാറ്റട്ടെ. നിന്നെ രക്ഷപ്പെടാൻ സമ്മതിക്കാതെ വിടുവിക്ക. ഇവിടെ മിനിസ്ട്രി നടക്കുക, ഇവിടെ ശുശ്രൂഷ നടക്കുക, ഇവിടെ ശുശ്രൂഷ നടക്കുക. കാലപ്പഴക്കം ചെന്ന മന്ത്രവാദങ്ങൾ ഇന്ന് മുറിച്ചു മാറ്റണം യേശുവിൻ്റെ നാമത്തിൽ. നീ പ്രാർത്ഥിച്ചിട്ടും നിന്റെ വീടിനെ വിടുതലിലേക്ക് കൊണ്ടുപോകാത്ത ആ ദുഷ്ടബന്ധനം നീ തീരുമാനിക്കണം. സ്ഥിതി മാറിയേ ഈ പ്രയർ നിർത്തൂ. ഞാൻ വലിയ പരാജയത്തിൻ്റെ പടുകുഴിയിൽ കിടക്കുന്ന സമയത്ത് ഞാൻ എന്നും പ്രാർത്ഥിക്കും, കർത്താവേ എനിക്കൊരു വിടുതൽ തരണേ. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക, 14 സങ്കീർത്തനം ഒരു 10 സൂര്യൻ ഉദിച്ച പോലെ എൻ്റെ മുമ്പിൽ വന്നു. എന്നിട്ട് എൻ്റെ മുമ്പ് പറഞ്ഞു, നീ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്കണം സ്ഥിതി മാറാൻ. ഞാൻ അന്ന് തൊട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ പ്രാർത്ഥിക്കും, കർത്താവേ സ്ഥിതി മാറ്റുന്നവൻ നീയാ. ചുറ്റുപാട് നിന്നെ വെല്ലുവിളിക്കുന്നവരൊന്നും നീ നോക്കണ്ട. ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കാനാണ് ദൈവത്തിന് ഇഷ്ടം. ഇഷ്ടം ഇഷ്ടം. ചിലരെ നീ പ്രാർത്ഥിച്ചിട്ട് ഓടിക്കാത്തത് എന്തിനാ? അവൻ കാണണം നിന്റെ സ്ഥിതി മാറുന്നത്. ദൈവം അടങ്ങിയിരിക്കത്തില്ല. നിന്റെ കാര്യത്തിൽ ദൈവം ഇനി അടങ്ങിയിരിക്കത്തില്ല. നിന്റെ സന്തതിയുടെ കാര്യത്തിൽ ദൈവം അടങ്ങി. നെഞ്ചത്ത് കൈവച്ച് പറഞ്ഞ് നിന്റെ മനസ്സിനെ പറഞ്ഞ് സമ്മതിപ്പിക്കും, ദൈവം ഉടനെ സ്ഥിതി മാറ്റും. നീ എത്ര കാലം കൊണ്ട് കരഞ്ഞ വീട്ടിൽ താമസിക്കുക, നിന്റെ ദൈവം സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കും. ഇസ്രായേൽ. ആത്മാവ് പറയാം, നിന്റെ വീട്ടിൽ സന്തോഷവും ആനന്ദവും ഉടനെ വരത്തക്ക രീതിയിൽ. നിന്റെ മോന്റെ വിവാഹമാണ് പ്രാർത്ഥനാ വിഷയം, ആ വിഷയത്തിൽ ആനന്ദിക്കാൻ പോവുക. നിനക്ക് ജോലിയാണ് വിഷയം, ആ വിഷയത്തിൽ ആനന്ദിക്കും. കടവ ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരുത്തർക്കും മായ്ക്കാൻ വയ്യാത്തൊരു ചിത്രം വരച്ചോണ്ടേ പോകാവൂ. എൻ്റെ സ്ഥിതി മാറിയിരിക്കും. 2 പേർക്ക് കൈ കൊടുത്ത് പറ, എൻ്റെ സ്ഥിതി മാറിയിരിക്കുമെന്ന് പറ. ഞാൻ ആത്മാവിൽ വെളിപ്പാട് പറയുക, നീ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പം നിന്റെ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നീ അനുഭവിക്കും സ്ഥിതി മാറാൻ പോവാ. ഒരിക്കലും പ്രാർത്ഥിക്കാത്തവർ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേൽ പ്രാർത്ഥനയുടെ ആത്മാവിനെ
എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് സ്ഥിതി മാറണമെന്ന്? ആഗ്രഹിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമ്മുടെ സ്ഥിതി മാറുന്നത്? ബൈബിൾ തുറക്കാം, വചനം തുടങ്ങാൻ പോവാ, നിർത്താൻ പോവല്ല, വചനം തുടങ്ങാൻ പോവാ. സ്ഥിതി എങ്ങനെയാണ് മാറുന്നത്? ഇച്ചിരി ലേറ്റ് ആയാലും സ്ഥിതി മാറണ്ടായോ? മാറണ്ടായോ? അത് എല്ലാ ദിവസവും ഇങ്ങനെ ഷൂ ഇങ്ങോട്ട് വന്നു, ഷൂ ഇറങ്ങി പോവാ, അങ്ങനെയാണോ? സ്ഥിതി മാറിയേ പോകാവൂ. കണ്ട മിണ്ടുന്നില്ല. ഹല്ലേലൂയ. നമുക്ക് ബൈബിളിലോട്ട് വരാം. സ്തോത്രം. ആവർത്തന പുസ്തകം എടുക്കാം. ഈ എല്ലാത്തിനും നമുക്ക് തെളിവ് ബൈബിളാണ്. ഞാൻ നിങ്ങളോട് ഏത് ഉപദേശിച്ച് പ്രസംഗിച്ചാലും അത് ബൈബിളിലുള്ളതാണോ എന്ന് നിങ്ങൾ നോക്കണം. ബൈബിളിൽ ഇല്ലാത്ത പറയുന്നതിൻ്റെ പ്രസംഗം അപ്പോഴേ നിങ്ങൾ അത് നിർത്തിയ ചിറങ്ങി അങ്ങ് പൊക്കോണം. സ്തോത്രം. അത് അനിപ്പാഷ് പറഞ്ഞാലും ഏത് ഭാഷ പറഞ്ഞാലും ബൈബിളിൽ ഇല്ലാത്തത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുകയില്ല. എല്ലാത്തിനും തെളിവ് ബൈബിളാണ്. നിങ്ങൾ സ്തോത്രം. ഞാൻ എൻ്റെ പ്രസംഗത്തിൽ ബൈബിൾ വിട്ട് ഒരൊറ്റ വാക്ക് പറയത്തില്ല. ഹല്ലേലൂയ. ഇവിടെയുള്ള ശുശ്രൂഷകന്മാരാരും പറയത്തില്ല. എല്ലാത്തിനും തെളിവ് ബൈബിളാ. നമുക്ക് ബൈബിൾ തുറക്കാം. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ്, ഒന്ന് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ്, നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടു കൂടെ പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്നു നിന്നോട് ആജ്ഞാപിക്കുന്നതുപോലെ ഒക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ, ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റും. ബാക്കി പിന്നെ വായിക്കാം. ഹല്ലേലൂയ. എങ്ങനെ സ്ഥിതി മാറുന്ന? യോഗം കഴിഞ്ഞ് പാസ്റ്റർ ഞങ്ങളുടെ തലയിൽ ഒന്ന് കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പ്രാർത്ഥിച്ചാലും മാറും. പക്ഷെ അങ്ങനല്ല. അവിടെ ബൈബിൾ പറയുകയാണ്, ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് നമ്മൾ തിരിയണം. ഇപ്പം ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ ഇങ്ങനെ തിരിയണം. ഗ്ലോറി ടു ഗോഡ്. എന്തോ തിരിയണം? മനസ്സ് തിരിയണം. പിന്നെ നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ. ദൈവത്തിന്റെ വാക്ക് കേട്ടാ പോരാ, അനുസരിക്കണം. സക്കായിക്ക് ദൂത് കേൾക്കാൻ ഇഷ്ടം, അതുകൊണ്ടാ കാട്ടത്തിയെ കയറി. സക്കായിയുടെ ജീവിതത്തിൻ്റെ വിജയം കേൾക്കുക മാത്രമല്ല, അനുസരിച്ചിറങ്ങി വന്നു. ഗ്ലോറി ടു ഗോഡ്. ഒത്തിരി സക്കായിമാർ ഇന്നും അത്തിയുടെ മേളിൽ ഇരുന്ന് കേൾക്കുന്നുണ്ട്. ദൂത് കേൾക്കാൻ എവിടെ ബ്രദറെ? കോട്ടയത്തൊരു ദൂത് കേൾക്കാൻ പോയതാ. ഓ, നല്ല കാര്യമാണ്. ബ്രദർ എവിടെ പോയായിരുന്നു? ഈയിടെ ഞാനൊരു പുള്ളിക്കാരനെ കോഫി ഹൗസ് വെച്ച് കണ്ടു, തിരുവനന്തപുരത്ത് കോഫി ഹൗസ്. അപ്പം ഞാൻ ചോദിച്ചു, പരിചയമുള്ള, ഞാൻ ചോദിച്ചു എവിടെ പോയായിരുന്നു? തിരുവനന്തപുരത്ത് ഒരു ദൂത് കേൾക്കാൻ പോയാ. ഞാൻ പറഞ്ഞു കേട്ടിട്ട് കാര്യമില്ലല്ലോ, അത്തി തന്നെ ഇറങ്ങുന്നില്ലല്ലോ. മിണ്ടുന്നില്ല. പണ്ടൊരാൾ എല്ലാ ദിവസവും ചർച്ചിനകത്ത് കാട്ടത്തിയെ പ്രസംഗിക്കുക, സക്കായി കയറിയ അത്തി. ഇത് കേട്ട് വിശ്വാസികളെല്ലാം അങ്ങ് മടുത്ത്. പുള്ളി അവധിക്ക് നാട്ടിൽ പോയിച്ച് തിരിച്ചു വന്നപ്പോൾ അത്തി എന്ന് പറഞ്ഞപ്പോഴേ കമ്മിറ്റി മെമ്പർ എഴുന്നേറ്റ് പറഞ്ഞു, ബ്രദറെ, ആ അത്തി ഞങ്ങൾ മിനിഞ്ഞാന്ന് കമ്മിറ്റി കൂടി വെട്ടിയായിരുന്നു. നീ അത്തി പറയണ്ട, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ എന്താ നിങ്ങൾ പഠിക്കേണ്ടത്? നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വാക്ക് ദൂത് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ നിക്കോദിമോസ് അന്ന് രാത്രി യേശുവിൻ്റെ അടുക്കൽ ചെന്ന് യേശുവിനെ അങ്ങ് സോപ്പിട്ടങ്ങ് പൊക്കി. നീ ദൈവത്തിൻ്റെ അടുക്കെന്ന് വരുന്നവൻ അല്ലെങ്കിൽ ഇത് ചെയ്യാൻ തമ്പുരം മോത്തോക്കി പറഞ്ഞ് പുതിയതായി ജയിച്ചിനെ സ്വർഗത്തിൻ്റെ പടി നീ കാണുക ഉണ്ടെന്നില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങളെ വിളിക്കുന്നത് പെന്തിക്കോസിലേക്കല്ല, വചനത്തിലേക്കാ. ഈ വചനമാണ് നിന്റെ ലൈഫിനെ തിരിക്കുന്നത്. പാപം ചെയ്യുന്നവനോട് പറയാ ദൈവത്തിലേക്ക് തിരിയണം. ഈ യോഗത്തിന് വരാതെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുക്കൽ വരാതെ ജീവിച്ചവന് സ്വർഗത്തിൽ നരകത്തിൽ ചെല്ലുമ്പോഴുള്ള ശിക്ഷയെക്കാട്ടി കഠിനമായിരിക്കും ഒത്തിരി യോഗത്തിന് കേട്ടേച്ച് ചെല്ലുന്നവൻ. നിങ്ങളാരും മിണ്ടുന്നില്ലല്ലോ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചുകൂടെ പ്രധാനമായ കാര്യം പറയുക. അപ്പം ദൈവത്തിൻ്റെ വാക്ക് കേട്ടാൽ പോരാ, ദൈവത്തിൻ്റെ വാക്ക് എന്ത് ചെയ്യണം?
ബൈബിളിൽ എഴുതിയിരിക്കുക, നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ മിസ്രയീമ്യർക്ക് വരുത്തിയ വ്യാധികളിൽ ഒന്നും നിനക്ക് വരത്തില്ല. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാ. കണ്ടോ അമ്മേ? അപ്പോൾ യെശയ്യാപ്രവചനം 1-ാം അധ്യായം അവിടെ ബൈബിളിൽ പറയുക, നിന്റെ ദൈവത്തിൻ്റെ വാക്കു കേട്ടനുസരിച്ചാൽ ദേശത്തിലെ നന്മ നീ അനുഭവിക്കും. ഒന്നും തേടി എങ്ങും പോകണ്ട. നീ പാർക്കുന്ന ദേശത്ത് നിനക്കും നിന്റെ സന്തതിക്കും അനുഭവിക്കാനുള്ള നന്മ ദൈവം വെച്ചിട്ടുണ്ട്. വിചാരിക്കാത്ത നന്മ നിനക്ക് തരട്ടെ. യേശുവിന്റെ ദൈവത്തിൻ്റെ വാക്ക് ആരനുസരിക്കുന്നുണ്ടോ, അനുസരിക്കുന്നവനെല്ലാം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് നമുക്ക് ആ വാക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. ഹല്ലേലൂയ. നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലൊക്കെയും അവന്റെ വാക്ക് കേട്ടനുസരിച്ചാൽ നിന്റെ ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിന്നിലേക്ക് തിരിയുകയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരുന്ന സകല ജാതികളിൽ നിന്നും നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ 1-ാമത്തെ വാക്യം, ദൈവം നിന്റെ സ്ഥിതി മാറ്റണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. പത്രോസ് അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്ന ഒരു ഭാഗമുണ്ട്, അതോടെ ഞാൻ പറഞ്ഞേച്ച് സ്ഥിതി മാറുന്ന 2-ാമത്തെ അനുഭവത്തിലോട്ട് വരാം. ഇനി വളരെ വേഗം പോയാലേ ദൂത് തീരത്തുള്ളൂ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 14-15 വാക്യങ്ങൾ ശ്രദ്ധിച്ചു കേട്ടെ. പണ്ട് നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന അറിവില്ലായ്മയുടെ കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അവൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധനായിരിപ്പീൻ എന്ന് നല്ല ഹല്ലേലൂയ പറഞ്ഞല്ലോ. 2-ാമത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ പണ്ട് നിങ്ങളുടെ അജ്ഞാന കാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകണം. ഹല്ലേലൂയ. അപ്പോൾ 1, സ്ഥിതി മാറണമെങ്കിൽ ദൈവത്തെ അനുസരിക്കണം. അടുത്തിരിക്കുന്ന ആളെ തൊട്ടു പറ, ദൈവത്തെ അനുസരിക്കണം. ഇനി ഒന്നുകൂടെ ചോദിച്ചാൽ അനുസരിക്കുമോ എന്ന് ചോദിച്ചേ. ഹല്ലേലൂയ. യോബിൻ്റെ പുസ്തകത്തിൽ നിന്നാണ് 42-ാം അധ്യായത്തിൻ്റെ 9-ഉം 10-ഉം വാക്യമാണ്. യഹോവ ഇയ്യോബിന്റെ മുഖത്തെ ആദരിച്ചു. ഇയ്യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. നിങ്ങളെല്ലാവരും ആ വചനം കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വാക്യത്തിൽ നിന്നുകൊണ്ടാണ് ഇന്നും ദൈവവചനം പറയാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് അവിടെ കുറിച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. യഹോവ ഇയ്യോബിൻ്റെ മുഖത്തെ ആദരിച്ചു. ദൈവത്തെ ആര് മാനിക്കുന്നുണ്ടോ അവരെ ദൈവം മാനിച്ചിരിക്കും. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് യഹോവ ഇയ്യോബിൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. ഈ ആദരിക്കുക അല്ലെങ്കിൽ മാനിക്കുക എന്ന പദത്തിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. അതൊന്നും പറയാനായിട്ട് ഇന്ന് അത് ഒരു ദിവസം കൂടെ പ്രസംഗിക്കാനുള്ള മെസ്സേജുണ്ട്. പക്ഷേ ഇന്നത് പറയാത്ത എന്നാന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തോത്രം, ഇന്ന് പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തുവന്ന ഒരു വിശ്വാസം അടുത്തിരിക്കുന്ന ആളെ നോക്കി വെച്ച് പറ, നിങ്ങളുടെ സ്ഥിതിക്ക് ഉടനെ ഭേദം വരും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ ചില ആൾക്കാർ എൻ്റെ പേഴ്സണൽ ലൈഫിൽ ഞാൻ കണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാം. ചില മനുഷ്യർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാസ്റ്ററെ ഈ സ്ഥിതി എന്നെങ്കിലും മാറുമോ? കുറേ നാളുകൊണ്ട് ഒരേ സ്ഥിതിയിലൂടെ കടന്നു പോകുന്നവർ, ഒരേ ജോലി, ഒരേ പ്രശ്നങ്ങൾ, ഒരേ കടബാധ്യത, ഒരേ പോരാട്ടങ്ങൾ, ഒരേ പൈശാചികത്വങ്ങൾ വീട്ടിൽ സഹിച്ചുകൊണ്ടിരിക്കുക. അവർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്നെങ്കിലും ഈ സ്ഥിതി ഒന്ന് മാറുമോ? നിങ്ങൾ പല രാത്രികളും പല പകലുകളും ചോദിച്ച ചോദ്യത്തിന് ഇന്ന് തിരുവചനത്തിൻ്റെ വെളിപ്പാട് നിന്നുകൊണ്ട് ദൈവം നിങ്ങൾക്ക് മറുപടി തരാൻ പോകുകയാണ്. ഞാൻ തുടക്കത്തിലെ ഒരു കാര്യം ദൈവത്തിന് സ്തോത്രം നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പ്രസംഗം തുടങ്ങാം. വേദപുസ്തകത്തിൽ സ്ഥിതി മോശമായവരുണ്ട്, സ്ഥിതി പണ്ടത്തേതിലും വഷളായി പോയവരുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഈ നമ്മളിൽ പലരും കർത്താവിനെ കണ്ടുമുട്ടുവാൻ കാരണം നമ്മുടെ സ്ഥിതി മോശമായപ്പോഴാണ് നമ്മൾ കർത്താവിനെ തപ്പി ഇറങ്ങിയത്. കാരണം നമ്മുടെ സ്ഥിതി മാറ്റാൻ ഒരു മനുഷ്യർക്കും കഴിയത്തില്ല, ദൈവത്തിന് മാത്രമേ പറ്റൂ.
അത് നിങ്ങൾ ഉറപ്പായി വിശ്വസിക്കണം. ഇനി ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഒരിക്കലെങ്കിലും സ്ഥിതിക്ക് ഭേദം വന്നവരോട് ഞാൻ പറയാം, ഒരിക്കലും നിങ്ങളുടെ സ്ഥിതി മോശമാകാൻ പിശാചിന് നിങ്ങളുടെ ലൈഫിൽ ഇടം കൊടുക്കരുത്. വേദപുസ്തക വെളിപ്പാടിൽ സ്ഥിതി വഷളാകുന്നത് 2 കാരണങ്ങളാലാണ്. ഒന്നാമത്തെ കാരണം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പിശാചി പ്രവർത്തിക്കാനുള്ള വാതിൽ തുറന്നിടാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, കൃപയിൽ വന്ന നീ ഈ ലോകത്തിലേക്ക് പോയാൽ നിൻ്റെ സ്ഥിതി ആദ്യത്തേതിലും വഷളാകും. അത് ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. നമ്മൾ ആ ഭാഗത്തോട്ടാണ് വരാൻ പോകുന്നത്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇന്ന് ഈ ദൂത് തുടങ്ങുമ്പോൾ ഒരിക്കലും മാറത്തില്ലെന്ന് നിൻ്റെ കുടുംബത്തെക്കുറിച്ച് ചിലർ പറഞ്ഞ വിധി ഇന്ന് പൊട്ടണം. നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറുന്ന കാഴ്ച, ശുശ്രൂഷയുടെ സ്ഥിതി മാറുന്ന കാഴ്ച, പ്രാർത്ഥന അന്തരീക്ഷങ്ങൾ മാറുന്ന കാഴ്ച ആത്മാവിൽ കണ്ടുകൊണ്ട് വേണം ഇന്ന് സ്തോത്രം ചെയ്യാനായിട്ട്. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ശുശ്രൂഷ കാലഘട്ടങ്ങളിൽ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരിക്കലും സ്ഥിതി മാറത്തില്ലെന്ന് ചിന്തിച്ച ചിലരുടെ സ്ഥിതി വേഗത്തിൽ മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാനൊരു ആത്മാവിൽ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന അന്തരീക്ഷമെല്ലാം ദൈവം മാറ്റാൻ പോകുകയാണ്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ സ്ഥിതി മാറ്റാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ. മന്ത്രവാദി അല്ല വലുത്, ആഭിചാരകരല്ല വലുത്, എതിരികളല്ല വലുത്, സ്ഥിതി മാറ്റുന്ന ദൈവമാ വലുത്. സ്തോത്രം. നമുക്ക് ബൈബിൾ വെളിപ്പാടിലോട്ട് പോയി ചില വചനങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് കൊണ്ടുവരാൻ പോവുക. ദൈവത്തിന് സ്തോത്രം. അമ്മീ നമുക്ക് ബൈബിൾ തുറന്ന് 2-3 വാക്യങ്ങൾ ഒന്നിച്ചൊരു സംഭവത്തോട് ബന്ധപ്പെട്ട് വായിക്കണം. കർത്താവ് അത് മറ്റൊരു സംഭവത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞതാണെങ്കിലും ഇന്നത്തെ ധ്യാനത്തിന് അത് ഉൾപ്പെടുത്തണമെന്ന് എൻ്റെ ഉള്ളിൽ ഭയങ്കര ദൈവനിയോഗമുള്ളത് കൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ, 3 വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേട്ടിട്ട് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. മത്തായി സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43 മുതൽ 45 വരെയുള്ള വാക്യങ്ങൾ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. താൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി, അത് നിർത്തി വായിക്കണം. ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെ ആകും. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണം. മറ്റൊരു സംഭവത്തോട് ബന്ധപ്പെടുത്തി കർത്താവ് പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇന്ന് ആ സംഭവത്തെ ഈ തിരുവെടുത്ത് തെളിയിക്കാനായിട്ട് നമ്മളൊന്ന് അടർത്തിയെടുക്കുകയാണ്. വേദപുസ്തക ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒരിക്കലും ഒരു ദൈവ പൈതൻ്റെ സ്ഥിതി മോശമാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. ചോദ്യം, നാമും ദൈവവും തമ്മിലുള്ള ബന്ധം എന്തുവാ? അപ്പനും മോനും തമ്മിലുള്ള ബന്ധം ആണോ? നിൻ്റെ മകൻ മോശമായൊരു സിറ്റുവേഷനും കൂടെ കടന്നു പോകണമെന്ന് ഏതെങ്കിലും പേരൻസ് ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അങ്ങനെ തന്നെയാ ദൈവവും. നീ ഒരിക്കലും നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. അപ്പം ചോദ്യം, നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാകാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? അത് നമ്മൾ ബൈബിൾ പഠിച്ചാൽ പിശാചാ. ഇനി ശ്രദ്ധിക്കണം, ചില മനുഷ്യരുടെ ഉള്ളിലൊരു ചോദ്യമുണ്ട്, എൻ്റെ തെറ്റാണ് എൻ്റെ പ്രശ്നത്തിന് കാരണം. ചിലർക്ക് തെറ്റുകൊണ്ട് പ്രശ്നങ്ങൾ വരാം. പക്ഷേ തെറ്റിനേക്കാൾ ഉപരി പിശാച് പലരെയും നോട്ടമിട്ടിട്ടുണ്ട്. എന്തിനാ? എല്ലാമുണ്ട്, പക്ഷെ കുടുംബത്തിനകത്ത് വല്ലാത്ത മോശം അന്തരീക്ഷം ഉണ്ടാക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. ഞാനൊരിക്കൽ ഒരു വീട്ടിൽ സുവിശേഷ പ്രസംഗം കഴിഞ്ഞിട്ട്, സ്തോത്രം, ഉച്ചയ്ക്ക് അവിടുത്തെ സംഘാടകരുടെ നിർബന്ധത്താൽ എനിക്ക് ആ വീട്ടിൽ പോകേണ്ടി വന്നു. ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ വീട്ടിലെ മനുഷ്യൻ, സ്തോത്രം, അച്ചായൻ നല്ലൊരു ബിസിനസ്സുകാരനാണ്. ഹല്ലേലൂയ. അദ്ദേഹം ഉച്ചയ്ക്ക് അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വൈഫുണ്ട്, മോനും വൈഫും ഉണ്ട്, മോളും ഹസ്ബൻഡും, ഇവരെല്ലാം കൂടെ ചേർന്ന് ബിസിനസ് നടത്തുക. സ്തോത്രം. അദ്ദേഹം എന്നോട് സാക്ഷ്യമായിട്ട് പറഞ്ഞു, പാസ്റ്ററെ, എന്നെ ചൂണ്ടിക്കാണിച്ചു, ഗേറ്റിൻ്റെ അവിടെ ഒരു മണ്ണിൻ്റെ പെരയായിരുന്നു എൻ്റെ അപ്പന്.
സ്തോത്രം. ആ മൺപരയ്ക്കകത്ത് നിന്ന് അടുത്തടുത്ത വീടുകളിൽ കൂലിപ്പണി ചെയ്ത് എൻ്റെ വീടിനെ പുലർത്തിയത് എൻ്റെ അപ്പൻ. ദൈവം ഞങ്ങളുടെ സ്ഥിതിക്കൊക്കെ മാറ്റം വരുത്തി. എൻ്റെ അപ്പൻ ദൈവത്തെ കണ്ടു. ഞങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തി. ഞങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം തന്നു. ആ മനുഷ്യൻ പറയുകയാണ്, എൻ്റെ ഭാര്യയ്ക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വിവാഹിതരായി. ഞങ്ങൾക്ക് നല്ല ജോലി കിട്ടി. ഞങ്ങളുടെ മൂത്ത മകൻ വേറെ രാജ്യങ്ങളിൽ പോയി പഠിച്ചു. അവന് നല്ലൊരു ഭാര്യയെ കൊടുത്തു. രണ്ടുപേരും ജോലി ചെയ്യുന്നു. രണ്ടുപേരും ബിസിനസ്സും ചെയ്യുന്നു. ഇളയ മോളും വിവാഹിതയായി. അവൾക്ക് നല്ല പാസ്റ്ററെ ഒരു കുഴപ്പവും ഇല്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷമായിട്ടും ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്നൊരു പ്രശ്നമുണ്ട്. തമ്മി ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല. ഞാൻ ചോദിച്ചെന്നാ? ഞങ്ങളുടെ വീട് സ്വർഗമാണെങ്കിലും ഞങ്ങളുടെ വീട് കൂടെ നരകമാകും. എന്താ കാര്യം? ഇപ്പം ഞങ്ങൾ എല്ലാവരും തമ്മിൽ മിണ്ടിയിട്ട് 3 ആഴ്ചയായി. ശ്രദ്ധിച്ച് കേൾക്കണം. സ്ഥിതി മോശപ്പെടുത്തുന്നത് പിശാചാ, സ്ഥിതി നന്നാക്കുന്നത് ദൈവമാണ്. ഞാൻ ഇന്ന് എന്നോട് ദൈവം ഒരു കാര്യം പറഞ്ഞു. ഇന്ന് ദൂതെടുക്കുമ്പോൾ ചില വീടുകളിൽ നിന്ന് ചിലതൊക്കെ വിട്ടുപോകും. നിന്റെ സ്ഥിതി വഷളാക്കിയ, നിന്റെ കുടുംബത്തെ കാർന്നു തിന്ന ചില ദുഷ്ടശക്തി, ഓ ഹോളി സ്പിരിറ്റ്, ഹല്ലേലൂയ. വചന ശുശ്രൂഷയുടെ നടുവിൽ ചില അനുഭവങ്ങളുടെ തുറന്നു വിടുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇതുമായിട്ട് എന്തെങ്കിലും ഒരു കണക്ഷൻ നിനക്കുണ്ടെങ്കിൽ നീ ഇന്ന് അതിന്മേൽ ജയമെടുക്കണം. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ഒത്തിരി കഴിവുള്ളവരെ പിശാച് ഒതുക്കി വീട്ടിലിട്ടിരിക്കുക. ഒത്തിരി വിളിയുള്ളവരെ പിശാച് ബന്ധിച്ച് വീട്ടിലിട്ടിരിക്കുക. ഇന്ന് നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറ്റി നിന്റെ വീടിൻ്റെ ചരിത്രം തിരുത്തി എഴുതാൻ ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കണം. ഞാൻ അവരോട് പറഞ്ഞു, പാസ്റ്റർ അച്ചായ നമുക്കൊരു പ്രാർത്ഥന ഇവിടെ വെക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പുള്ളി പറഞ്ഞു, പാസ്റ്ററെ 2022 ഞങ്ങളുടെ വീട്ടിൽ 63 പ്രാർത്ഥന നടത്തി. എത്ര 63 പ്രാർത്ഥന നടത്തി. ബ്രദറെ, പ്രാർത്ഥന നടത്തുന്ന മാസത്തിൽ ആഴ്ച ഭയങ്കര വിടുതലാണ്. 7 ദിവസം തികയുന്നതിന് മുമ്പേ അത് പൊട്ടും. എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും അമ്പം വില്ലുമായിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ ഭാര്യ ഒട്ടും മോശമല്ല, ഞാനും ഒട്ടും മോശമല്ല. എൻ്റെ മരുമോൻ പാവമാ, പക്ഷേ അവനെപ്പോലെ മിടുക്കം വേറെ ആരുമില്ല. അവൻ ആയുധം എടുത്തേ നിർത്തത്തുള്ളൂ. ഞങ്ങളുടെ വീട്ടിൽ സ്തോത്രം ബ്രദറിനറിയാമോ, വഴക്ക് തുടങ്ങിയ ഉടനെ ഞാൻ പോയി പിച്ചാത്തി ഇരിക്കുന്ന ട്രോ പൂട്ടി ഇങ്ങ് താക്കോലെടുക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതാ ഞങ്ങളുടെ വീടിൻ്റെ അന്തരീക്ഷം. ഞാൻ ആ വീടിനകത്തിരുന്ന് ചിന്തിച്ചു, ഇത്രയും പ്രാർത്ഥന നടത്തിയിട്ടും ഇത്രയും ഉപവാസം നടത്തിയിട്ടും എന്തുകൊണ്ട് ഈ വീട് വിടുവിക്കപ്പെടുന്നില്ല? ഞാൻ തുടക്കത്തിലെ സ്നേഹത്തോടൊരു കാര്യം പറയാം. നിൻ്റെ വീടിൻ്റെ അന്തരീക്ഷത്തെ കലുഷിതമാക്കാൻ ഒരിക്കലും പിശാചിനൊരു എൻട്രി നിൻ്റെ കുടുംബത്തിൽ കൊടുക്കാൻ പാടില്ല. ഞാൻ ഒരു കാര്യം പറയാം, വീട് സ്വർഗമാകണമെങ്കിൽ ആ വീട്ടിലുള്ളവർ ശാന്തമാകണം. ഒരു ശാന്തതയുടെ ആത്മാവ്. വിവാഹം നടത്തുമ്പം നിങ്ങൾ പത്രോസിൻ്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അവൾ ബ്യൂട്ടി പാർലറിൽ പോയി സുന്ദരിയായതല്ല, അവൾ എടുത്തിരിക്കുന്ന ഏറ്റവും വില കൂടിയ സാരിയല്ല, അവൾ അണിഞ്ഞിരിക്കുന്ന വാച്ചിൻ്റെ വിലയല്ല. അവിടെ സൗന്ദര്യം എന്താണെന്നറിയാമോ? ശാന്തതയുള്ള മനസ്സ്. ഹല്ലേലൂയ. നിങ്ങൾ നോക്കിക്കേ, ഏത് പ്രശ്നത്തെയും ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ, ജീവിതത്തിൽ ശാന്തത സ്വീകരിക്കുക. 100 വാക്ക് നിന്നോട് പറയുന്നതിന് മുമ്പിൽ നീ ഒന്ന് ശാന്തത പാലിച്ചേ, വിടുതൽ നിന്റെ ഭാഗത്തായിരിക്കും. ചിലർ പറയും, എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, എനിക്ക് വേണ്ടി. നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരും വേണ്ടാവേ, നിനക്ക് വേണ്ടി വാദിക്കാൻ ആരും വേണ്ട. നീ ഒന്ന് ശാന്തത പാലിച്ചേ, നിനക്കെതിരെ സംസാരിച്ചവൻ തന്നെ നാവടയ്ക്കും. ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൈവത്തിൻ്റെ ദൂത് പറയുക, ഒരു ശാന്തതയുടെ ആത്മാവിനെ പാലിക്ക്, നിന്റെ വീട് സ്വർഗമായി മാറാൻ പോകുകയാണ്. ഞാൻ ആഗ്രഹിക്കുന്നത്, നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറണമെങ്കിൽ നിന്റെ വീട്ടിൽ പരിശുദ്ധാത്മാവ് വസിക്കണം, നിന്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് വസിക്കണം, നിന്നിൽ വിശുദ്ധിയുടെ ആത്മാവ് വ്യാപരിക്കണം. ആർക്കും എന്തും പറയാം, ആരെന്തു പറയുന്നതിൻ്റെ പുറകിലല്ല നീ പിടിച്ച വിശ്വാസത്തിൻ്റെ പുറകിലാ നീ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പാസ്റ്ററെ ഇതിനുള്ള പരിഹാരം എന്തുവാ? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ബ്രദറെ 10 വർഷമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം മാറാത്തപ്പം എൻ്റെ ബിസിനസ് താഴോട്ട് പോവാ.
ഞാൻ ഇവരോട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ, ഇപ്പം നിൽക്കുന്ന വീട് വരെ 2 കോടി രൂപയ്ക്ക് ലോണില്ല. ഹല്ലേലൂയ. എവിടെ പരാജയത്തിൻ്റെ കാരണം എന്താ പറയാം? പിശാച് ഒത്തിരി കുടുംബങ്ങളുടെ സ്ഥിതിയെ വഷളാക്കിക്കൊണ്ടിരിക്കുക. കൃപയുള്ളവരോട് ഞാൻ പറയാം, ഒരു തരത്തിലും നിന്റെ കുടുംബത്തിൽ പിശാചിന് എൻട്രി കൊടുക്കരുത്. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് പറയാം, പിശാചിന് ഇടം കൊടുക്കരുത്. യാക്കോബിൻ്റെ ലേഖനം, പിശാചിനോട് എതിർത്ത് നിൽക്ക്, അവൻ നിന്നെ വിട്ട് ഓടിപ്പോകും. ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരോട് ദൂത് പറയാം, നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ മുമ്പിൽ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെ മോശമാക്കിയ അന്ധകാര ശക്തിയെ ഇന്ന് ദൈവം ഓടിച്ചു കളയട്ടെ. ഒരു വഴിയായി വന്ന ശത്രു 7 വഴിയായി. ഞാൻ അവരോട് പറഞ്ഞു, സമയമുള്ളൊരു ദിവസം കണ്ടെത്തിയിട്ട് നിങ്ങൾ എൻ്റെ അടുക്കൽ വരണം, 2 മണിക്കൂർ സമയം വരണം. ഞാൻ നിങ്ങളെ ഒരു ബൈബിൾ ക്ലാസ് നടത്തും. ചോദ്യം, വീട്ടിലെ സ്ഥിതി മാറാൻ ബൈബിൾ ക്ലാസ് നടത്തണോ? നടത്തണം. ശാന്തത എന്താണെന്ന് എനിക്ക് തന്ന വചനപരിജ്ഞാനം നിന്നുകൊണ്ട് ഞാൻ അവരെ പേപ്പറും പേനായാലും എഴുതി പഠിപ്പിച്ചു. സ്തോത്രം. എന്താണ് ശാന്തത? ദൈവത്തിന് സ്തോത്രം. ശാന്തത ലഭിച്ചപ്പം നിന്റെ സൗമ്യത എന്നെ വലിയവനാക്കിയെന്ന വചനം ആ കുടുംബത്തെ എടുത്തിട്ട് പരിശുദ്ധാത്മാവൊന്ന് കുടഞ്ഞു. അവരൊരു കാര്യം തീരുമാനിച്ചു, സൗമ്യത കൊണ്ട് എല്ലാം നേടാൻ പറ്റത്തുള്ളൂ. മോശ എന്ന ദൈവപുരുഷന് ഭൂലോകത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായതുകൊണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ ലീഡറിൽ ഒരാളായിരുന്നു മോശ. ഞാൻ ഇന്ന് വിട്ടിരിക്കുന്ന ചിലരോട് പറയാം, അവരെ വചനം പറഞ്ഞ് പഠിപ്പിച്ചു, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചു വീട്ടിൽ വിട്ടു. വീട്ടിൽ ഭാര്യ ശബ്ദം ഉയർത്തുകയാണ്. അച്ഛൻ പറയും, പാസ്റ്റർ പറഞ്ഞ ശാന്തത മോൾ ഓർക്കണം. ഹല്ലേലൂയ. ഭർത്താവ് വഴക്കുണ്ടാക്കാൻ എഴുന്നേറ്റ ഉടനെ സ്തോത്രം, ഭാര്യ പറയും, അച്ചായ ശാന്തത. അന്നേരം എന്നെ കുറച്ച് ചീത്തയൊക്കെ വിളിക്കും, നിങ്ങളുടെ ഒരു പാസ്റ്റർ, നിങ്ങൾ എന്നെ ഒന്ന് ശ്രദ്ധിക്കണം. എന്നാലും വേണ്ടുകയില്ല. ചുരുക്കി പറയാം, ഇന്ന് ആ വീട്ടിൽ ജീസസ് ഭിന്നതകളില്ല. അതിൻ്റെ കാരണം എന്താ? പിശാച് കൊണ്ടുവന്ന റൂട്ട് നമ്മൾ ആ വീടിനകത്ത് അടച്ചു. ഞാൻ ഇന്ന് വിളിക്കുന്ന ചിലരോട് പറയാം, നിന്നെ പിന്തുടരുന്നവരുടെ വഴികളെ തമ്പുരാൻ അടയ്ക്കാൻ പോവുക. നിന്റെ കുടുംബത്തെ തകർത്തു. അത് ചിന്തയാകാം, സംസാരമാകാം. എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക, എവിടൊക്കെയോ കൃപ വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ലംഘന രമകസി. ഞാനൊരു ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആരത് തടുക്കും. ആർക്കും തടുക്കുവാൻ വയ്യാത്തൊരു പ്രവൃത്തി നിന്റെ കുടുംബത്തിനകത്ത് അഴിച്ചുവിടാൻ ദൈവത്തിന് ദിവസങ്ങളിൽ പ്ലാനുണ്ട്. ഡോക്ടർ പറഞ്ഞത് മറന്നേര്, പ്രാർത്ഥിച്ചവർ പറഞ്ഞത് മറന്നേര്. അതിനൊക്കെ അപ്പുറത്താണ് നിന്റെ വിശ്വാസം, അതിനൊക്കെ അപ്പുറത്താണ് നിന്റെ പ്രത്യാശ. പത്രോസ് പറയാം, നിന്റെ അകത്ത് അവൻ തന്നിരിക്കുന്നത് ജീവനുള്ള പ്രത്യാശയാണ്. നമുക്ക് ഇച്ചിരൂടെ ഗഹനമായിട്ട് ഈ ദൂതിലോട്ടൊന്ന് വരാം. നമുക്ക് ആ വാക്യം ശ്രദ്ധിക്കാം. മാത്യു ചാപ്റ്റർ 12 വേഴ്സ് 43. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു, കണ്ടെത്തുന്നില്ല താനും. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും എന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന്. ഈ പിശാചിൻ്റെ ഒരു കുഴപ്പം, മാക്സിമം വിട്ടുപോകാതിരിക്കാൻ ശ്രമിക്കും. ഇനി വിട്ടുപോയാൽ തന്നെ അവൻ തിരിച്ചു വരുമെന്ന് പറയും. ഹല്ലേലൂയ. ചിലരൊക്കെ ജീവിതത്തിൽ ചിലരുടെ ദേഹത്തിൽ ഇങ്ങനെ ഭൂതമൊക്കെ കയറുമ്പോൾ, നമ്മൾ ഈ ആരാധനയ്ക്ക് നടുവിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുമ്പോൾ ഈ ഭൂതങ്ങളൊക്കെ ഇളകി താഴെ വീഴും. അപ്പോൾ വിടുവിക്കപ്പെട്ടെന്നൊക്കെ നമ്മൾ വിചാരിക്കും 3 മാസം കഴിഞ്ഞ് അടുത്ത ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇളകുക. അതിൻ്റെ കാരണം എന്നാണെന്നറിയാം, പറയാം, പോയത് അതിനെക്കാട്ടി ശക്തിയോടെ തിരിച്ചു വന്നേക്കുക. എന്നോട് കർത്താവിൻ്റെ ആത്മാവ് പറയും, ഇന്നെല്ലാം പഴുതും അടയ്ക്കുന്നൊരു സെക്ഷനായിരിക്കും. ഇനിയും നിന്റെ കുടുംബത്തോട് വാദിക്കാൻ പറ്റാത്ത ലെവലിൽ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം 44-ാമത്തെ വാക്യം, അവൻ പുറപ്പെട്ട് പോന്ന് അവൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലും എന്ന്. പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക്. ആരുടെ വീടാ? സാത്താൻ പറയാം, എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും
അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. അവൻ വന്നപ്പം നോക്കിയേ, പണ്ടത്തെ പോലല്ല. ആ വീട്ടിൽ ലൈറ്റൊക്കെ കത്തിയിട്ടുണ്ട്, പെയിൻ്റൊക്കെ അടിച്ചിട്ടുണ്ട്, വൈകിട്ട് ചെറുക ഫാമിലി പ്രയറും തുടങ്ങിയിട്ടുണ്ട്. സ്തോത്രം. പിശാചിന് മനസ്സിലായി ഇനി എനിക്ക് കയറാൻ പറ്റത്തില്ല, പോയി തന്നെക്കാട്ടി ദുഷ്ടതയേറിയ 7 പേരെ കൂടെ പിടിച്ചു. എടാ, ഞാൻ അവർ താമസിച്ച വീട്, എന്നെ അവരിറക്കി വിട്ടേച്ച് ഇപ്പം പെയിൻറ്റും അടിച്ച് പാട്ടും പാടി യോഗമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. ഇവന്മാരിങ്ങനെ വിട്ടാൽ പറ്റത്തില്ല, നമുക്കൊരു 7 പേർക്ക് പോയി അവൻ്റെ സ്ഥിതി മുമ്പിലത്തെക്കാട്ടി വഷളാക്കണം. ഒരുത്തരിങ്ങനെ കുടിച്ചു പൂസായൊക്കെ നടന്ന് അവനോട് പോയി സുവിശേഷമൊക്കെ പറഞ്ഞ് അവൻ്റെ കുടിയൊക്കെ നിർത്തി അവനെ ഇവിടെ കൊണ്ടുവന്ന് രക്ഷിക്കപ്പെടുത്തി സ്നാനപ്പെടുത്തി അവൻ്റെ വീട്ടിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങിയപ്പോൾ പിശാച് പറയുകയാണ്, എടാ ഇവനിന്ന് വിട്ടുപോയാൽ പറയാം, ഞങ്ങളിനി 7 പേര് പെട്ടോ, ഇവൻ്റെ സ്ഥിതി പണ്ടത്തെ പോലെ ആക്കണം. അങ്ങനെ വന്ന 7 പേര് വന്ന് ആ വീട്ടിൽ കയറി. അവനിപ്പം ബാറിൽ നിന്ന് ഇറങ്ങുന്നില്ല. അതിൻ്റെ കാരണം എന്താ? സ്ഥിതി പണ്ടത്തേനെക്കാട്ടി മോശമാക്കി. ഞാനിവിടെ ഇരിക്കുന്ന ചിലരോട് പറയും, ഇത് ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതിനെ ജയിക്കാനാണ് ഇന്ന് ദൈവത്തിന് നിന്റെ സ്ഥിതി മാറ്റാൻ പറ്റും. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? നിന്റെ കുടുംബത്തെ ഇല്ലായ്മപ്പെടുത്തി കളഞ്ഞ സകല ശക്തികളുടെ മേലും ഇന്നത്തെ പ്രാർത്ഥനയിൽ വിജയം ഉണ്ടാകണം. നിന്റെ സന്തതികളെ അപ്പോൾ ഒരു കാര്യം നിങ്ങളിത് പഠിച്ചോ, ആ വീട് അടിച്ചു വാരിയോണ്ട് വന്നവനകത്ത് കയറാൻ പറ്റില്ല. അപ്പോൾ ഒരു കാര്യം വിചാരിച്ചോ, നിന്നോട് പോരാടുന്നവനെ നിന്റെ വീട്ടിൽ കയറ്റാതെ നിർത്താനും ഒക്കും. ഒരാമയും വരുന്നില്ല. ഹല്ലേലൂയ. എന്നിട്ട് അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ അവൻ വെച്ച പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. അവരും അവിടെ പണ്ട് 1 ഉള്ളായിരുന്നു, ഇപ്പം എത്ര? 7 ചില പറഞ്ഞ പാസ്റ്റേ ഭയങ്കരമായിട്ട് അങ്ങ് വല്ലാതായിക്കൊണ്ടിരിക്കുക വീട്. പോയതിനെക്കാട്ടി വലുത് തിരിച്ചു വന്നു. സ്തോത്രം. ഇനി ഞാൻ നിങ്ങളോടൊരു ദൂത് പറയുക, ഈ സ്ഥിതി മാറ്റാൻ ദൈവത്തിനെ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ആമീൻ പറയാൻ പറ്റും? ചില വീടുകളുടെ മേൽ ദൈവം ഇന്ന് ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ചില തലമുറകളുടെ മേൽ ദൈവം ദൃഷ്ടി വെച്ചിട്ടുണ്ട്. ഇനിയും നിന്നെ ഇങ്ങനെ വിടാൻ ദൈവം അപ്പം നമ്മൾ ഇനി വളരെ വേഗം വചനത്തിൽ കൂടെ പോവാം. അപ്പം ഒരു പിശാച് വിട്ടുപോയി. ഇപ്പം പോയിച്ച് അവർ എത്ര പേരുമായിട്ട് വന്നു? 7 പേര്. 7 പേര് കൂടെ വന്ന് കയറിയപ്പം സ്തോത്രം, ഈ മുമ്പിലത്തെ സ്ഥിതി പിന്നെ മോശമായി. അപ്പോൾ ഒന്നാമത്തെ ദൂത്, നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മോശമാക്കുന്നവർ പിശാചാണ്. ഇനി രണ്ടാമത് സ്ഥിതി മോശമാകുന്ന ഒരു ഭാഗം കൂടെ ഉണ്ട്. അത് പത്രോസിൻ്റെ 2-ാം ലേഖനം 2-ാം അധ്യായം 20-ാം വാക്യം. എന്നിട്ട് സ്ഥിതി മാറുന്നത് ചിലരുടെ മനസ്സിലൊരു ചോദ്യമാണ്, എൻ്റെ സ്ഥിതി മാറുമോ നിന്ന് ഉറപ്പ് തരിക. ഈ പ്രാർത്ഥന തീരുമ്പോൾ നിന്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറും. നഷ്ടപ്പെട്ട ബലം ഇരട്ടിയായി തിരിച്ചു വരും. അത് നാളെ ഞാൻ പ്രസംഗിക്കും. നഷ്ടങ്ങളെ നികത്തുന്ന ദൈവം, യേശുവിൻ്റെ നാമത്തിൽ. എന്നാൽ ഇന്ന് സ്ഥിതി മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം എടുത്ത് 2 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 20-ാമത്തെ വാക്യം ശ്രദ്ധിക്കാം. കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ. നല്ലൊരു ആമീൻ പറഞ്ഞേ. ഒരു മനുഷ്യൻ ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ദൈവത്തിൻ്റെ പുറകെ ഓടുന്നത് എപ്പോഴാന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിലെ പരിജ്ഞാനം ഒരുവൻ്റെ ഉള്ളിൽ വരുമ്പോഴാണ്. ഒരാമയും പറയണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം ഉള്ളിൽ വരാത്തവന് ലോകം വലുതാ. ദൈവപരിജ്ഞാനം അകത്തു വന്നവന് ലോകം ചെറുതാ, ദൈവം വലുതാ. ഒരാമയും പറയണം. പൗലോസ് പറയുകയാണ്, എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം. പൗലോസ് കപ്പൽ മുതലാളിയായിരുന്നു. ആരാ കണ്ടോ? മിണ്ടുന്നില്ല. നമ്മുടെ അപ്പോൾ ഞാൻ പറയുന്നില്ല. കാലപ്പഴക്കം ചെന്നൊരു കൊച്ചു വണ്ടി ഓടാത്തത് മുറ്റത്ത് കിടക്കുന്ന നമ്മുടെ ജാട. കപ്പലുള്ള വിളി പറയാം, എനിക്ക് ലാഭമായതൊക്കെയും ക്രിസ്തു നിമിത്തം വില കൊടുത്തിറങ്ങിയാൽ വില തന്നു നിന്നെ പോറ്റുന്നവനാ ദൈവം. ഒരാമയും പറയണമേ. ഞാൻ ഇച്ചിരിയുടെ ഗഹനമായി ദൂതിലോട്ട് വരട്ടെ. ഇവിടെ എന്താ ബൈബിൾ പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പം ഈ ലോകം ഒരു മനുഷ്യന് വിടണമെന്ന് തോന്നുന്ന എപ്പോഴാണ് അറിയാമോ? ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തുവിലെ പരിജ്ഞാനം
ഒരു പാട്ടാണ്, ലോകം എനിക്കു വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട. ഒരാമയും പറഞ്ഞാട്ട് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഹല്ലേലൂയ. എന്താ ഇവിടുത്തെ ദൂത്? ലോകം എനിക്ക് വേണ്ട, ഇമ്പം വേണ്ട, പോകണം. ലോകത്തിൽ കടന്നുകൊണ്ട് പാടരുത്. പറവോൻ്റെ തിന്നെ കിടന്നുകൊണ്ട് പറവോന് ഞാനിനി. നമ്മൾ ലക്ഷ്യമാക്കുന്നൊരു സ്ഥലമുണ്ട്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, പലതും വിട്ടാൻ കാരണം എന്താ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനം എൻ്റെ അകത്ത് കയറിയോണ്ടാ.